അസ്സലാമു അലൈക്കും മുത്തുമണീസ്. നോമ്പ് 3-ൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ്. അപ്പം ഇന്ന് മന്തി വെക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മന്തിക്ക് ഞാൻ ചിക്കനിലേക്ക് നമ്മളെ വോൾ സ്പൈസസും പിന്നെ അതേപോലെ മാഗി ക്യൂബ്, കളറ്, പിന്നെ കുരുമുളക് അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചങ്ങാണ്ട് ഞാനതങ്ങനെ ഒരു അടികട്ടില്ല ഒരു കുക്കറിലേക്ക് അതൊക്കെ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മല്ലിയിലയും പിന്നെ അതേപോലെ ക്യാപ്സിക്കന് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ സംഭവത്തേക്ക് ആഡാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ച് ആവിയിൽ കടന്ന് വേവിക്കുകയാണ്. പിന്നെ ചോറ് വേറൊരു ഇതിലാട്ടോ, കുക്കറിലൊന്നല്ല ഞാൻ വേവിച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് അങ്ങനെ വേവിച്ചെടുത്തിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വോൾ സ്പൈസസും പിന്നെ അതേപോലെ ഉപ്പും ഒക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ അതും ചോറിനില്ല വെള്ളമൊക്കെ അവിടെ അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ചിക്കനിലൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറിങ്ങാണ്ട് അതിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നോക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അതിലേക്ക് റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മഞ്ഞളിൻ്റെ വെള്ളം പട ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓൾറെഡി കളർ ഉണ്ടാവും എന്നാലും കൂടി ഇച്ചിരിയും കൂടി കളർ ആയിക്കോട്ടെ വിചാരിച്ചെങ്ങാണ്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരും ചെയ്യണ പോലെ 2-3 മുളകൊക്കെ അങ്ങോട്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിട്ട ആ മസാലയിലേക്ക് ഈ ഒരു മുളകിനെ ഇട്ട് കൊടുക്കുക, കാരണം കുട്ടികൾക്ക് ഇനി എരി ആവണ്ട വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ ഇടാതിരിക്കുക. ഒരു തട്ടിക്കൂട്ട് മന്തി കേട്ടോ. എന്നാൽ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മയോണൈസ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ചെങ്ങാണ്ടൊക്കെ മയോണൈസ് ഉണ്ടാക്കണേ, തൂമൊക്കെ അടിക്കണതൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വത്തക്കട വെള്ളം ഉണ്ടാക്കി. ഈ സംഭവം അതാണ്, മഞ്ഞക്കുരി ഒന്നും കളഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആ കളറ്. പക്ഷേ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് മറ്റേ ഒരു ഇത് തന്നെയാണ്, നമ്മൾ പച്ചമുട്ട വെച്ചെങ്ങാണ്ട് ആക്കണ ആ ഒരു സംഭവം തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ അതാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തത്. എനിക്ക് മറ്റേത് ഒരു സുഖം തോന്നിയില്ല. അതിന് ശേഷം പിന്നെ എന്താ, നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ചോറാകുമ്പോൾ പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്നലെ ഫ്രീസാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ കട്ട്ലേറ്റ് കൊടുത്തുങ്ങാണ്ട് അതും പൊരിച്ച്, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അധികം നേരം തന്നെ ഉണ്ടായിരുന്നു. ചോറും കാര്യങ്ങളൊക്കെ പെട്ടെന്നായപ്പോൾ കുട്ടികളെടുത്ത് വന്നിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ബാങ്ക് കൊടുക്കണുണ്ടോ എന്നൊക്കെ നോക്കിങ്ങാണ്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ 3-ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.